ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പുതിയ ഗസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഒന്നല്ല രണ്ട് പേരുണ്ട് കേട്ടോ. ഭരത്മോൻ ഇവിടെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. ഇത് ഏട്ടൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഇവരിതാ ഭരത്മോനെ കാണാൻ വേണ്ടി വന്നതാണ്. രാത്രി ആയിരുന്നു കേട്ടോ അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭരത്മോൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അവരുടെ കൂടെ ഓടിച്ചാടി കളിക്കുകയാണ്. അപ്പോൾ ഏതായാലും അവർ വരുന്ന സ്ഥിതിക്ക് നമുക്ക് അവർക്ക് അടിപൊളി ഒരു മന്തി ഉണ്ടാക്കി കൊടുത്താലോ. അതിന് വേണ്ടിയിട്ട് മന്തീൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആദ്യം നമുക്ക് മന്തി റൈസ് അങ്ങോട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 7-8 പേർക്കുള്ള മന്തി വേണം. അപ്പോൾ നിങ്ങളെ കണക്കിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. ഞാനും ഈ യൂട്യൂബൊക്കെ നോക്കി കണ്ടുപഠിച്ചാണ് ഇപ്പം മന്തി എക്സ്പെർട്ട് ആയത് ഗൈസ്. അങ്ങനെ ഇതാ മന്തിക്ക് വേണ്ടി വെള്ളം വെച്ച് അതിലേക്ക് ഓൾ സ്പൈസസും ഉപ്പും പിന്നെ മാഗി ക്യൂബ്, ഉണക്ക നാരങ്ങ, സൺഫ്ലവർ ഓയിൽ, പിന്നെ മന്തീൻ്റെ മസാല കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അരി അവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 8 ഗ്ലാസ് അരിയാണ് എടുത്തത് കേട്ടോ. അപ്പം നിങ്ങളെ കണക്കിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ അങ്ങോട്ട് ഇങ്ങനെ നിരത്തി വെക്കണം. ഞാൻ വലിയ പീസ് ചിക്കൻ അല്ല, പൊതുവേ നമ്മൾ വാങ്ങിക്കുന്ന രീതിയിലാണ് ചിക്കൻ എടുത്തത്, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഓൾ സ്പൈസസും നമ്മൾ ക്യാപ്സിക്കം, ഉള്ളി, പിന്നെന്താണ് ഉപ്പ്, കുറച്ച് മല്ലിയില, പിന്നെന്താണ് ഒരു ഉണക്ക നാരങ്ങ ഇതിലും ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാഗി ക്യൂബ്, ഇത് മസ്റ്റാണ് കേട്ടോ, മന്തിക്ക് ഇത് മസ്റ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കുറച്ച് മാഗി ക്യൂബും കൂടെ 1-2-3 എണ്ണം ചെറുതാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മന്തീൻ്റെ മസാല അതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്തീൻ്റെ മസാലയും കൂടെ 1-2 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ കളറുകളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ചേർക്കാം. അതിന് പകരം ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ ഒരു കപ്പിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂർ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കുറച്ച് നേരം ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം എടുത്തത്, ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം ഞാൻ ആ കുരുമുളകിൻ്റെ കായ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എനിക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ അരിയില്ല, അരി എന്തായാലും ഈ അരി ബസുമതി അരിയാണ്. ഇത് കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി നന്നായിട്ട് കഴുകി റെഡിയാക്കി സെറ്റാക്കി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ റൈസും പെട്ടെന്നാവും, അതിൻ്റെ കൂടെ തന്നെ ചിക്കനും ആവും കേട്ടോ. നമുക്ക് ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആളുകളാണ്, എന്നാൽ നിങ്ങൾക്ക് ഫുഡ് വേണമെന്നാലും പുറത്ത് പോകാൻ വയ്യെന്നാണെങ്കിൽ വേഗം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ നോക്കി അങ്ങോട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കോ. അപ്പം നമ്മുടെ ഭരത്മോൻ ഇവിടെ ടോയ്സൊക്കെ വെച്ച് ചേച്ചിമാരെ ഇവിടെ നല്ല കളിയിലാണ്. അപ്പോഴേക്കും എൻ്റെ ചിക്കനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഊറി വന്ന ആ വെള്ളം ഓയിലും എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. അത് ഞങ്ങൾക്ക് എന്തിനാണെന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് ഒരു ചിരട്ട ഇവിടെ ചുടുന്നുണ്ട്. നമ്മളെ കയ്യിൽ വേറെ കടലൊന്നുമില്ല, ചാർക്കോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചിരട്ട നന്നായിട്ട് കഴുകിയിട്ട് അത് ചുടല്ല കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കനലാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ മന്തിക്ക് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടണ്ടേ. നമ്മളെന്തായാലും കുഴിയില്ലാത്ത മന്തിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പുകേൻ്റെ ഒരു ചൊയ അതെന്തായാലും വേണം. അപ്പോൾ ഇതാ നമുക്കിനി ദമ്മിടുന്നത് പോലെ മന്തീൻ്റെ റൈസൊക്കെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മന്തീൻ്റെ വെള്ളം ഓയിലില്ല അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇത് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കലക്കി വെക്കാം. മഞ്ഞ കളർ ഓൾറെഡി ആ ഓയിലൊക്കെ മഞ്ഞ കളർ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. പിന്നെ അതാ മുളക് പൊടി നമുക്ക് ചെറിയൊരു ചോപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ പരിപാടി എന്ന് പറയുന്നത് എന്താണ് ഗൈസ്, ഇനി നമുക്ക് ഈ മന്തിയിലേക്ക് ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചുട്ട് വെച്ച കളർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേഗം തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു സാധനം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പുക ഇങ്ങോട്ട് വരും. എന്താണെന്ന് അറിയേണ്ടത്, നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഏത് തരം ഓയിൽ നമുക്ക് ഒഴിക്കാം. ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേഗം തന്നെ നമ്മൾ ആ പാത്രം അങ്ങോട്ട് അടച്ച് മൂടുക. എന്നിട്ട് ഒരു കനുള്ള സാധനം അതിൻ്റെ മുകളിലേക്ക് ഇടയ്ക്ക് വെക്കുക. നമ്മുടെ പുകേനെ ഒരു വഴിക്കും പുറത്തു വിടരുത്. സ്മോക്ക് ഫുൾ അതിൻ്റെ ഉള്ളിൽ വേണം, നല്ല റൈസ് നല്ല സ്മോക്കി എഫക്റ്റ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു 3ാമത്തെ പ്രാവശ്യമാണ് മന്തി ഉണ്ടാക്കുന്നത്. 3 പ്രാവശ്യം പാളി പോയിട്ടുണ്ടായിരുന്നില്ല, എന്തായാലും സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ മന്തി വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിലും ഇത് കാണുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മന്തി ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം അൽഫാം ടൈപ്പുള്ള മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു പുതിയ സെൽഫി സ്റ്റിക്ക് വാങ്ങിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചുള്ള പ്രശ്നമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മന്തിയൊക്കെ ഇവിടെ സെറ്റായിട്ടോ.
നല്ല സ്മോക്കി എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനും റൈസും ഒക്കെ വേറെ വേറെ പാത്രത്തിലാക്കിയിട്ട് ഗസ്റ്റിനൊക്കെ കൊടുക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ കുക്കിംഗ് മാത്രം കാണിച്ചായിരുന്നു. അപ്പോൾ ഫൈനലി ലാസ്റ്റ് ഞാൻ എത്തി ഗൈസ്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് റൈസ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നല്ല അരിയൊക്കെ നല്ല പാകത്തിനാണ് കേട്ടോ വെന്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ മന്തി അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട ഗൈസ്. അപ്പം ഞാൻ വേഗത പാത്രത്തിലേക്ക് ആക്കട്ടെ. അങ്ങനെ രണ്ടും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, റൈസും ചോറും ചിക്കനും എല്ലാം. എന്നിട്ട് നല്ല ഇലയൊക്കെ മുറിച്ചിട്ട് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. നല്ല അടിപൊളി മയോണൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടതാണ്, അതുകൊണ്ട് ഇടുന്നില്ല. ഇനി ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു 4 പേർക്കെങ്കിലും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഭരത്തുമോൻ പിന്നെ ഇവിടെ കളിയിലാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ഇവർ പോകാൻ വരുമ്പോൾ അവർക്ക് ബൈ ഒക്കെ പറഞ്ഞു. ഭരത്തുമോനും കൂടെ പോയിട്ടുണ്ട്. പകുതി വഴിയിൽ വെച്ച് അവൻ തിരിച്ചു പോരുന്നു പറഞ്ഞു. ബൈ.